നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. യുകെയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിന് മലയാളി യുവതി. മലയാളിയായ ഹണി പ്രേംലാൽ ജനവിധി തേടുന്നത് കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയായി ലണ്ടനിലെ ക്രോയ്ഡോൺ കൗൺസിലിലെ നോർബറി പാർക്ക് വാർഡിലെത്തി. രാഷ്ട്രീയത്തിൽ സജീവമായ ഹണി മലയാളി വോട്ടുകൾ പിടിച്ച് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൺസർവേറ്റീവ് പാർട്ടി. ലേബർ പാർട്ടിയുടെ കോട്ടയിൽ ഹണിക്ക് വിജയിക്കുക എന്നത് വലിയ വെല്ലുവിളി. യുകെയിൽ എയർ ഇന്ത്യ വിമാനത്തിന് ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് ഇന്ധന സ്വിച്ചിൽ തകരാറ് കണ്ടെത്തി. ഒഴിവായത് വൻ അപകടം. സംഭവം നടന്നത് ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യയുടെ AI-132 ബോയിംഗ് 787 ഡ്രീംലൈനർ വിമാനത്തിൽ. കണ്ടെത്തിയത് അഹമ്മദാബാദ് വിമാനാപകടത്തിന് സമാനമായ ഗുരുതരമായ സാങ്കേതിക തകരാർ. ഒഴിവായത് വലിയൊരു ദുരന്തം. യുകെയിലെ അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ അവസ്ഥ ഞെട്ടിക്കുന്നത്. യുകെയിൽ ജോലിയില്ലാത്ത ബിരുദധാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. തൊഴിൽ നേടാൻ കാത്തിരിക്കുന്നത് 7 ലക്ഷം ബിരുദധാരികളായ യുവാക്കൾ. 2,40,000 പേർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസിന്റെ കണക്ക്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 5.1%. അമേരിക്കയിൽ ഭാഗിക സർക്കാർ അടച്ചുപൂട്ടൽ 3ാം ദിവസത്തിലേക്ക്. വ്യോമയാന മേഖലയിലും ഫെഡറൽ ഭരണ സംവിധാനങ്ങളിലും പ്രത്യാഘാതങ്ങൾ ശക്തമാവും. 14,000 എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ശമ്പളം ലഭിക്കാതെ ജോലി തുടരേണ്ട അവസ്ഥ. അടച്ചുപൂട്ടലിന് കാരണം ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഫണ്ടിങ്ങിനെ ചൊല്ലിയുള്ള ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ തർക്കം. അമേരിക്കയിൽ അലക്സ് പ്രട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ തെളിവുകൾ നശിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള താൽക്കാലിക കോടതി ഉത്തരവ് ഫെഡറൽ ജഡ്ജി റദ്ദാക്കി. ഭരണകൂടം തെളിവുകൾ നശിപ്പിക്കുമെന്ന നിഗമനത്തിലെത്താൻ മിനസോട്ട ബ്യൂറോ ഓഫ് ക്രിമിനൽ അപ്രഹൻഷൻ ഉന്നയിച്ച ആരോപണങ്ങൾ മതിയായതല്ല എന്ന് ജഡ്ജി. സംഭവ സ്ഥലത്തെ അന്വേഷണ നടപടികളിൽ ഗുരുതര ആശങ്കകൾ ഉന്നയിച്ച് BCA. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറിൽ തീരുമാനം. കരാറുകളിലൂടെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര അംഗീകാരവും വളർച്ചയും വിശ്വാസം പ്രതിഫലിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. വ്യാപാര കരാറുകൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തമായി മുന്നോട്ട് നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും അഭിവൃദ്ധിക്കും ട്രംപിന്റെ നേതൃത്വം പ്രധാനമാണെന്നും നരേന്ദ്രമോദി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഒരു പ്രകോപനവുമില്ലാതെ വാച്ച് വാർഡിനെ വടികൊണ്ട് അടിച്ചുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡയസിൽ കയറാനുള്ള MLA-മാരുടെ ശ്രമം വാച്ച് വാർഡ് ബലപ്രയോഗത്തിലൂടെ തടഞ്ഞു. പ്രതിപക്ഷത്തിന് സഭയ്ക്കുള്ളിൽ ഒരു നിലപാടും പുറത്ത് മറ്റൊരു നിലപാടുമാണെന്ന് മന്ത്രി P. രാജീവ്. ബഹളത്തെ തുടർന്ന് സഭ 2 തവണ നിർത്തിവെച്ചു. വാർത്തകൾ വിശദമായി. യുകെയിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിന് മലയാളി യുവതി. ലണ്ടനിലെ ക്രോയ്ഡോൺ കൗൺസിലിലെ നോർബറി പാർക്ക് വാർഡിൽ നിന്ന് കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് ഹണി പ്രേംലാൽ ജനവിധി തേടുന്നത്. ലേബർ പാർട്ടിയുടെ ശക്തമായ കുത്തക സീറ്റിൽ മലയാളി കരുത്തിലൂടെ വിള്ളൽ വീഴ്ത്താനാണ് ഹണിയുടെ ശ്രമം. കെമിസ്ട്രിയിൽ ബിരുദവും ബയോകെമിസ്ട്രിയിൽ മാസ്റ്റേഴ്സും നേടിയ ഹണി ലീഡർഷിപ്പിൽ MBA-യും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്ന് പരിശീലനം നേടിയ ഹണി ഇന്റർനാഷണൽ കോച്ചിംഗ് ഫെഡറേഷന്റെ അംഗീകൃത പരിശീലകയുമാണ്. യുകെയിലെ സോഷ്യൽ ഹൗസിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏക മലയാളി എന്ന പ്രത്യേകതയും ഹണിക്കുണ്ട്. ഹൗസിംഗ് നിയമങ്ങളും പോളിസികളിലുമുള്ള അഗാധമായ അറിവ് വോട്ടർമാർക്കിടയിൽ ഹണിക്ക് വലിയ സ്വീകാര്യത നൽകുന്നു. ലേബർ പാർട്ടിയുടെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നോർബറി പാർക്കിൽ വിജയിക്കുക എന്നത് ഹണിക്ക് വെല്ലുവിളിയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലേബറാണ് വിജയിച്ചത്. നേരത്തെ ക്രോയ്ഡോൺ മേയറായിരുന്ന മഞ്ജു ഷാഹുൽ ഹമീദ് ഉൾപ്പെടെയുള്ള മലയാളികൾ പ്രവർത്തിച്ചിട്ടുള്ള മണ്ണിൽ ഹണിയുടെ സ്ഥാനാർത്ഥിത്വം ആവേശമാണ് സൃഷ്ടിക്കുന്നത്. ക്രോയ്ഡോൺ രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി സജീവമായ ഹണി മലയാളി വോട്ടുകൾ പിടിച്ച് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൺസർവേറ്റീവ് പാർട്ടി. ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് ഇന്ധന സ്വിച്ചിൽ തകരാറ് കണ്ടെത്തിയതിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനത്തിന്റെ സർവീസ് റദ്ദാക്കി. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യയുടെ AI-132 ബോയിംഗ് 787 ഡ്രീംലൈനർ വിമാനം ഇന്ധന നിയന്ത്രണ സ്വിച്ചിലുണ്ടായ തകരാറിനെ തുടർന്നാണ് റദ്ദാക്കിയത്. 2025 ജൂൺ 12-ൽ 260 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണമായതിന് സമാനമായ ഗുരുതരമായ സാങ്കേതിക തകരാറാണ് ഇവിടെയും കണ്ടെത്തിയതെന്ന് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്യാത്തത് കൊണ്ട് വലിയൊരു ദുരന്ത സാധ്യതയാണ് ഒഴിവായത്. ഞായറാഴ്ച പ്രാദേശിക സമയം രാത്രി 9:19 പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറിയത് പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പൈലറ്റ് ഉടൻ തന്നെ വിവരം അധികൃതരെ അറിയിക്കുകയും തുടർന്ന് വിമാനം റദ്ദാക്കി വിശദമായ പരിശോധനകൾക്കായി മാറ്റുകയുമായിരുന്നു. ഇന്ധന നിയന്ത്രണ സ്വിച്ചിൽ ഉണ്ടാകുന്ന തകരാറുകൾ വിമാനം പറക്കുന്നതിനിടെ എഞ്ചിൻ നിലയ്ക്കാൻ കാരണമായേക്കാമെന്ന് വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ 2 എഞ്ചിനുകളും ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകം നിലയ്ക്കുകയായിരുന്നു. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധനയിൽ ഈ തകരാറിലേക്ക് നയിക്കുന്ന നിർണായക തെളിവുകളാണ് ലഭിച്ചിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ ലണ്ടനിലെ സംഭവം അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ നോക്കിക്കാണുന്നത്. വിഷയം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അഹമ്മദാബാദ് അപകടത്തെ തുടർന്ന് DGCAയുടെ നിർദ്ദേശപ്രകാരം എയർ ഇന്ത്യ തങ്ങളുടെ എല്ലാ ബോയിംഗ് 787 വിമാനങ്ങളിലെയും ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പരിശോധിച്ചിരുന്നെങ്കിലും അന്ന് യാതൊരു പ്രശ്നവും കണ്ടെത്തിയിരുന്നില്ല എന്നും വക്താവ് കൂട്ടിച്ചേർത്തു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് എയർ ഇന്ത്യ എല്ലായ്പ്പോഴും മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. DGCA സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
വിമാനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇടത് എഞ്ചിനിലെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് റൺ പൊസിഷനിൽ നിൽക്കാതെ 2 തവണ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയതായി പൈലറ്റ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. വിമാനം സർവീസിൽ നിന്ന് പിൻവലിച്ചതായും പൈലറ്റ് ഉന്നയിച്ച ആശങ്കകൾ മുൻഗണനാടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിനെ ഉൾപ്പെടുത്തിയതായും എയർ ഇന്ത്യ വക്താവ് സ്ഥിരീകരിച്ചു. സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. DGCA നിർദ്ദേശത്തെ തുടർന്ന് നേരത്തെ ബോയിങ് 787 ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ പരിശോധിച്ചിരുന്നതായും അന്ന് പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല എന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. യാത്രക്കാരുടെയും ക്രൂവിന്റെയും സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും അവർ കൂട്ടിച്ചേർത്തു. ഒരു വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹത്തെ നിയന്ത്രിക്കുന്ന സ്വിച്ചുകളാണ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ. എഞ്ചിനുകൾ പ്രവർത്തിക്കാൻ നിർത്താനുമാണ് പൈലറ്റുമാർ ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത്. പറക്കുന്നതിനിടെ എഞ്ചിന് തകരാറ് കണ്ടെത്തിയാൽ എഞ്ചിൻ നിർത്താനും റീസ്റ്റാർട്ട് ചെയ്യാനും ഇത് ഉപയോഗിക്കാറുണ്ട്. പൈലറ്റിന് അബദ്ധത്തിൽ ഓഫ് ചെയ്യാൻ കഴിയുന്ന തരത്തിലല്ല ഇത് സജ്ജമാക്കിയിരിക്കുന്നത്. ഇത് ഓഫായാൽ പെട്ടെന്ന് തന്നെ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കും. വീണ്ടും ഓൺ ചെയ്താൽ എഞ്ചിൻ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകാൻ 2 മിനിറ്റിലേറെ എടുക്കും. പൈലറ്റുമാർക്ക് അബദ്ധവശാൽ ഈ സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ വ്യോമയാന സുരക്ഷാ വിദഗ്ധർക്ക് ഏകകണ്ഠമായ അഭിപ്രായമാണുള്ളത്. ഈ സ്വിച്ചുകൾ മാറ്റിവിട്ടാൽ എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം നിലയ്ക്കുകയും ജ്വലനം നിൽക്കുകയും എഞ്ചിൻ പവർ പെട്ടെന്ന് കുറയുകയും ചെയ്യും. ഈ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകളും അവ നിയന്ത്രിക്കുന്ന ഫ്യൂവൽ വാൽവുകളും സ്വതന്ത്രമായ പവർ സിസ്റ്റങ്ങളിലും വയറിംഗുകളുമാണ് പ്രവർത്തിക്കുന്നത്. UK-യിൽ സ്ത്രീകളെ നിയന്ത്രിക്കാനും പിന്തുടരാനും ഭീഷണിപ്പെടുത്താനും ഡിജിറ്റൽ ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത കൂടുന്നു. സ്മാർട്ട് വാച്ചുകൾ, സ്മാർട്ട് ഹോം ഉപകരണങ്ങൾ, AI-യുടെ ആപ്പുകൾ എന്നിവ പലരും സ്ത്രീകളെ നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങളാക്കുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. ബ്രിട്ടനിലെ അഭയകേന്ദ്രങ്ങളുടെ സംഘടനയായ റെഫ്യൂജിന്റെ മുന്നറിയിപ്പിൽ ഞെട്ടിക്കുന്ന കണക്കാണ് പറയുന്നത്. 2025 അവസാന 3 മാസങ്ങളിൽ ടെക്നോളജി വഴി പീഡനം അനുഭവിച്ച സ്ത്രീകളുടെ കേസുകളിൽ വലിയ വർധനമുണ്ടായി. സങ്കീർണമായ കേസുകൾ 62% ഉയർന്ന് 829 ആയതായി കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. 30 വയസ്സിൽ താഴെയുള്ളവരുടെ പരാതികളും 24% കൂടി. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ത്രീകളുടെ നീക്കം പിന്തുടരുക, വീട്ടിലെ ഉപകരണങ്ങൾ നിയന്ത്രിച്ച് ഭീഷണിപ്പെടുത്തുക, AI ആപ്പുകൾ വഴി വഞ്ചിക്കുക എന്നിങ്ങനെ പല പരാതികളും ഉയരുന്നുണ്ട്. മോഷ്ടിക്കപ്പെട്ട സ്മാർട്ട് വാച്ചിലൂടെ താമസസ്ഥലം കണ്ടെത്തിയെന്നും വീട് തന്നെ മാറേണ്ടി വന്നെന്നും വെളിപ്പെടുത്തിയ ഒരു യുവതി രംഗത്ത് വന്നു. വ്യാജ വീഡിയോകൾ സൃഷ്ടിച്ച് ദുരുപയോഗം ചെയ്യുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് തിരിച്ചടിയാണ് പുതിയ പല സംവിധാനങ്ങളും. സർക്കാർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് കണക്കുകൾ മുന്നറിയിപ്പ് നൽകുന്നു. മറ്റൊരു 6 മാസക്കാലത്തേക്ക് കൂടി NHS-ന് ദുരിതങ്ങൾ സമ്മാനിച്ച് സമരത്തിനിറങ്ങുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനിലെ ഡോക്ടർമാർ വോട്ട് ചെയ്തു. യൂണിയനിലെ റെസിഡന്റ് ഡോക്ടർമാർക്കിടയിൽ നടന്ന ഏറ്റവും ഒടുവിലത്തെ വോട്ടിംഗിലാണ് തുടർ സമരങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുതിയത്. സംഘടനയിൽ അംഗങ്ങളായ റെസിഡന്റ് ഡോക്ടർമാരിൽ 53% പേർ പങ്കെടുത്ത വോട്ടിംഗ് 93% പേരാണ് സമരത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. ഇതോടെ സമരപരിപാടികൾ തുടർച്ചയായ 3-ാം വർഷത്തിലേക്കും കടക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. യൂണിയൻ പ്രതിനിധികളുമായി സജീവ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് പക്ഷേ കൂടുതൽ സമരങ്ങൾ ഒഴിവാക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇപ്പോഴും. നേരത്തെ ക്രിസ്മസിന് മുൻപുള്ള ആഴ്ച ഇവർ സമരത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് അപകടകരമായ ഒരു നീക്കമാണെന്നും പൊതുജനങ്ങളും അധികൃതരും അവർക്കെതിരാകുമെന്നും അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. എന്നാൽ സർക്കാർ കാലതാമസം വരുത്തേണ്ട ഒരു തീരുമാനമല്ല ഇതെന്നാണ് BMA-യുടെ സമര നേതാവ് ഡോക്ടർ ജാക്ക് ഫ്ലെച്ചർ പറയുന്നത്. UK-യിലെ അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ അവസ്ഥ ഞെട്ടിക്കുന്നത്. കോവിഡിന് ശേഷം ജോലിക്ക് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞെന്ന കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ജോലിയില്ലാത്ത ബിരുദധാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനമാണുള്ളത്. 7 ലക്ഷം ബിരുദധാരികളായ യുവാക്കളാണ് തൊഴിൽ നേടാൻ കാത്തിരിക്കുന്നത്. വെൽഫെയർ ബെനിഫിറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് പലരും. 4 ലക്ഷം യുവാക്കളാണ് യൂണിവേഴ്സൽ ക്രെഡിറ്റിനായി ഇതിനോടകം അപേക്ഷ നൽകിയിരിക്കുന്നത്. 2,40,000 പേർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസിന്റെ കണക്കിൽ വ്യക്തമാക്കുന്നു. ആരോഗ്യ കാരണങ്ങളാൽ ജോലിക്ക് പോകാത്തവരുടെ എണ്ണം 6 വർഷം കൊണ്ട് ഇരട്ടിയായി. 46% വർധനമാണുള്ളത്. രാജ്യത്ത് 5.1% തൊഴിലില്ലായ്മ നിരക്ക്. യൂണിവേഴ്സൽ ക്രെഡിറ്റ് ബെനിഫിറ്റ് കൈപ്പറ്റുന്നവരിൽ 1,11,000 പേർ 30 വയസ്സിൽ താഴെയുള്ളവരും വിദ്യാഭ്യാസം നേടിയവരാണെന്ന് കണക്കിൽ വ്യക്തമാക്കുന്നു. തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും വെൽഫെയർ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടെ കീർ സ്റ്റാർമറിന്റെ ഈ കണക്കുകൾ കനത്ത തിരിച്ചടിയാണ്. വെൽഫെയർ ബില്ലിൽ നിന്നും 5 ബില്യൺ പൗണ്ട് കുറവ് വരുത്താൻ ഗവൺമെന്റ് ശ്രമം തുടങ്ങിയെങ്കിലും ലേബർ എംപിമാരുടെ വിമത നീക്കം മൂലം പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. കഴിഞ്ഞ ബജറ്റിൽ എംപിമാരെ തൃപ്തിപ്പെടുത്താനായി നികുതി വർധനവിലെ നല്ലൊരു ഭാഗം വെൽഫെയറുകൾക്കായി വിനിയോഗിക്കുകയും ചെയ്തു. എന്നാൽ ജനങ്ങൾക്ക് ആനുകൂല്യം നൽകി ഒതുക്കിയിരുത്തുന്ന പരിപാടിയാണിതെന്ന് വിമർശകർ ആരോപിക്കുന്നു. ജോലിയില്ലാതെ ആശ്രയിച്ച് ജീവിക്കുന്ന നിലയിൽ ആളുകൾ കുടുങ്ങിപ്പോകുമെന്നാണ് ആശങ്ക. ജോലി ചെയ്യുന്നവരിൽ നിന്ന് നികുതി ഈടാക്കുകയും ജോലി അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ നിൽക്കുന്നവരെ താലോലിക്കുകയും ചെയ്യുകയാണ് കീർ സ്റ്റാർമർ സർക്കാർ എന്ന വിമർശനം ഉയരുന്നുണ്ട്. ബ്രെക്സിറ്റ് റീസെറ്റിന്റെ ഭാഗമായി യൂറോപ്യൻ വിദ്യാർത്ഥികൾക്കും ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിൽ ബ്രിട്ടീഷ് വിദ്യാർത്ഥികളുടേതിന് സമാനമായ ട്യൂഷൻ ഫീസ് കൊണ്ടുവരാൻ നീക്കമെന്ന് സൂചന. യൂറോപ്യൻ യൂണിയന്റെ ഇത്തരത്തിലൊരു ആവശ്യത്തിന് മുന്നിൽ വഴങ്ങരുതെന്ന് വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടനിൽ പഠിക്കാനെത്തുന്ന 30 വയസ്സിൽ താഴെയുള്ളവർക്ക് ബ്രിട്ടീഷ് വിദ്യാർത്ഥികളുടേതിന് സമാനമായ കുറഞ്ഞ ഫീസ് അനുവദിച്ചാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏകദേശം 580 മില്യൺ പൗണ്ടിന്റെ നഷ്ടമുണ്ടാകുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ബ്രെക്സിറ്റിനു ശേഷം ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന യൂറോപ്യൻ വിദ്യാർത്ഥികൾക്ക് 11,400 പൗണ്ട് മുതൽ 32,000 പൗണ്ട് വരെ ഓരോ വർഷവും ട്യൂഷൻ ഫീസ് നൽകേണ്ടി വരുന്നുണ്ട്. അതേസമയം ബ്രിട്ടീഷ് പൗരന്മാർക്ക് പ്രതിവർഷം 9,535 പൗണ്ട് മാത്രമാണ് ട്യൂഷൻ ഫീസ്. EU വിദ്യാർത്ഥികൾക്ക് ഈ നിരക്കിലുള്ള ഫീസ് അനുവദിക്കാൻ യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടീഷ് സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള EU യുവാക്കൾ ബ്രിട്ടനിൽ പഠിക്കാനും താമസിക്കാനും ജോലി ചെയ്യാനും അതുപോലെ ബ്രിട്ടീഷ് യുവാക്കൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനും അനുവദിക്കുന്ന യൂത്ത് മൊബിലിറ്റി പദ്ധതി ഇപ്പോൾ ഈ ഫീസ് വിഷയത്തിൽ തട്ടി ചർച്ചകളിൽ നിന്നിരിക്കുകയാണെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്നും അറിയുന്നത്.
അമേരിക്കയിൽ ഭാഗിക സർക്കാർ അടച്ചുപൂട്ടൽ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വിമാനയാന മേഖലയിലും ഫെഡറൽ ഭരണ സംവിധാനങ്ങളിലും പ്രത്യാഘാതങ്ങൾ ശക്തമാകുന്നു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിലെ ആയിരക്കണക്കിന് ജീവനക്കാർ അവധിയിൽ പോകേണ്ടി വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം ഏകദേശം 14,000 എയർ ട്രാഫിക് കൺട്രോളർമാർ ശമ്പളം ലഭിക്കാതെ ജോലി തുടരേണ്ട അവസ്ഥയിലാണ്. ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഫണ്ടിങ്ങിനെ ചൊല്ലിയുള്ള ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ തർക്കമാണ് അടച്ചുപൂട്ടലിന് കാരണം. മിനിയാപോളിസിൽ ഫെഡറൽ നിയമ സംരക്ഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട വെടിവയ്പിൽ ഐസിയു നഴ്സായ അലക്സ് പ്രെറ്റി കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ ഐസി പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഡെമോക്രാറ്റുകൾ രംഗത്തെത്തി. ഇതാണ് ധാരണയിലെത്തുന്നതിൽ തടസ്സമായത്. സെനറ്റ് വെള്ളിയാഴ്ച ആഭ്യന്തര സുരക്ഷാ വകുപ്പ് ഫണ്ടിംഗ് ബിൽ മറ്റു വകുപ്പുകളുടെ ബില്ലുകളിൽ നിന്ന് വേർതിരിച്ച് പാസാക്കി. ഐസി ഏജന്റുമാർ ബോഡി ക്യാമറ നിർബന്ധമായി ഉപയോഗിക്കണം, മുഖം മറയ്ക്കരുത് തുടങ്ങിയ ആവശ്യങ്ങളെ 2 ആഴ്ച ചർച്ചയ്ക്ക് സമയം നൽകണമെന്ന ധാരണ വൈറ്റ് ഹൌസുമായി ഉണ്ടാക്കി. എന്നാൽ അന്തിമ തീരുമാനം ഹൌസിന്റെ കൈകളിലാണ്. ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസൺ ചൊവ്വാഴ്ചയ്ക്കകം സർക്കാർ തുറക്കാനുള്ള ബില്ലുകൾ പാസാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില കഠിനപക്ഷക്കാർ പുതിയ തടസ്സങ്ങൾ ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ്. ഫെഡറൽ തിരഞ്ഞെടുപ്പുകളിൽ പൗരത്വ തെളിവ് നിർബന്ധമാക്കുന്ന സേവ് ആക്ട് ബില്ലിനൊപ്പം ഫണ്ടിംഗ് പാക്കേജ് ബന്ധിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. റിപ്പബ്ലിക്കൻ എം പി ആന്ന പോളിന ലൂണയും എറിക് ബർസലയും ഈ നിലപാട് ശക്തമായി ആവർത്തിച്ചിട്ടുണ്ട്. ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നടപടിക്രമ വോട്ടിങ്ങിനെ എതിർക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഹൌസിലെ ജോൺസന്റെ ഭൂരിപക്ഷം വളരെ ചെറുതായതിനാൽ ഏതാനും എംപിമാരുടെ എതിർപ്പും അടച്ചുപൂട്ടൽ നീളാൻ കാരണമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. ഇതിനിടെ തുറക്കാനുള്ള കരാർ ഉടൻ പാസാക്കാൻ സ്പീക്കർ ജോൺസണുമായി ചേർന്ന് സർക്കാർ പ്രവർത്തിക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ബിൽ തന്റെ മേശയിലെത്തിയാൽ ഉടൻ നിയമമാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അലക്സ് പ്രെറ്റിയുടെ മരണത്തിൽ കലാശിച്ച വെടിവയ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ തെളിവുകൾ നശിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള താൽക്കാലിക കോടതി ഉത്തരവ് ഫെഡറൽ ജഡ്ജി റദ്ദാക്കി. ഭരണകൂടം തെളിവുകൾ നശിപ്പിക്കുമെന്ന നിഗമനത്തിലേക്ക് നയിക്കാൻ മിനസോട്ട ബ്യൂറോ ഓഫ് ക്രിമിനൽ അപ്രഹെൻഷൻ ഉന്നയിച്ച ആരോപണങ്ങൾ മതിയായതല്ല എന്ന് ജഡ്ജി എറിക് വ്യക്തമാക്കി. പ്രെറ്റിയുടെ വെടിവയ്പുമായി ബന്ധപ്പെട്ട തെളിവുകൾ പ്രതികൾ കേസിന്റെ കാലയളവിൽ നശിപ്പിക്കുകയോ അന്യായമായി മാറ്റം വരുത്തുകയോ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. സംഭവ സ്ഥലത്തെ അന്വേഷണ നടപടികളിൽ ചില ഗുരുതര ആശങ്കകൾ VCA ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അത് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് ഭാവിയിൽ അന്വേഷണം തെറ്റായി കൈകാര്യം ചെയ്യുന്നതിന് ശക്തമായ സൂചനയാകില്ല എന്നും കോടതി പറഞ്ഞു. വെടിവയ്പ്പിന് പിന്നാലെ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് സെക്രട്ടറി ക്രിസ്റ്റ്യാനോ അടക്കമുള്ള ഭരണകൂട ഉദ്യോഗസ്ഥർ നടത്തിയ വേഗത്തിലുള്ള പ്രതികരണങ്ങൾ ആശങ്കാജനകവും സത്യം കണ്ടെത്താനുള്ള താല്പര്യത്തെക്കുറിച്ച് സംശയം ഉയർത്തുന്നതുമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ആ പ്രസ്താവനകൾ തെളിവ് നശിപ്പിക്കുമെന്നതിന് വ്യക്തമായ തെളിവായി കണക്കാക്കാനാകില്ല എന്നും ജഡ്ജി വ്യക്തമാക്കി. ഫെഡറൽ സർക്കാർ നൽകിയ വാഗ്ദാന പ്രകാരം ഈ വെടിവയ്പുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കോടതി വിധിക്ക് ശേഷം പ്രതികരിച്ച ഹെനിപ്പിൻ കൗണ്ടി അറ്റോർണി മേരി മൊറിയോഗോട്ടി പറഞ്ഞു. തെളിവ് സംരക്ഷണം 1ാം ഘട്ടമാണ്. 2ാം ഘട്ടം അവ കണ്ടെത്തുന്നതാണ്. അതിനുള്ള ശ്രമങ്ങൾ ഇതിനകം പുരോഗമിക്കുകയാണ് എന്ന് അവർ വ്യക്തമാക്കി. ഇതിനിടെ മിനിയാപോളിസിൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആഭ്യന്തര സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അടിയന്തരമായി ബോഡി ക്യാമറകൾ നൽകുമെന്ന് ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റ്യാനോ പ്രഖ്യാപിച്ചു. ഫണ്ടിംഗ് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി ഈ പദ്ധതി വിപുലീകരിക്കുമെന്നും അവർ അറിയിച്ചു. 1 മാസത്തിനിടെ ഫെഡറൽ ഏജന്റുമാർ ഉൾപ്പെട്ട 2 വെടിവയ്പുകളിൽ 2 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് DHSന്റെ കുടിയേറ്റ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചതായി US-ലെ ഇന്ത്യൻ അംബാസഡർ സെർജിയോ ഗോറാക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. തുടർന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറിൽ ധാരണയിലെത്തിയതായും ഇന്ത്യക്കെതിരായ പരസ്പര തീരുവ 25% നിന്ന് 18% കുറയ്ക്കാൻ തീരുമാനിച്ചതായും പ്രഖ്യാപിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം തന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഒരാളും തന്റെ രാജ്യത്തിന്റെ ശക്തനും ബഹുമാനാർഹനുമായ നേതാവുമാണെന്നും കുറിച്ച് ട്രംപ് വ്യാപാരം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ തങ്ങൾ ചർച്ച ചെയ്തതായും അറിയിച്ചു. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചതായും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താനും അമേരിക്കയിൽ നിന്നും സാധ്യതയുണ്ടെങ്കിൽ വെനസ്വേലയിലെയും കൂടുതൽ എണ്ണ വാങ്ങാനും അദ്ദേഹം സമ്മതിച്ചുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതി. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായകരമാകുന്നതാണ് നടപടിയെന്നും പ്രസ്തുത യുദ്ധത്തിൽ ഇപ്പോഴും ഓരോ ആഴ്ചയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയാണെന്നും പ്രധാനമന്ത്രി മോദിയോടുള്ള സൗഹൃദവും ബഹുമാനവും കണക്കിലെടുത്തും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരവും ഉടൻ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ധാരണയിലെത്തിയതായും ട്രംപ് അറിയിച്ചു. ഇതിന്റെ ഭാഗമായി അമേരിക്ക ഇന്ത്യക്കെതിരായ പരസ്പര തീരുവ 25% നിന്ന് 18% കുറയ്ക്കും. അതുപോലെ ഇന്ത്യയും അമേരിക്കയ്ക്കെതിരായ തീരുവകളും തീരുവേതര തടസ്സങ്ങളും കുറയ്ക്കുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. മോദിയും താനും കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളാണെന്നും പലർക്കും അത് അറിയില്ല എന്ന് കുറിക്കാനും ട്രംപ് മറന്നില്ല. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കുന്ന മോഹൻജി ഫൗണ്ടേഷനും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും ചേർന്ന് വിവേകാനന്ദ ജയന്തി വർണ്ണാഭമായി ആഘോഷിച്ചു. 2026 ജനുവരി 31 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ തോണ്ടൻ ഹീത്തിലുള്ള വെസ്റ്റ് തോണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത്. അന്നേ ദിവസം കുട്ടികൾ അവതരിപ്പിച്ച ഭജന, പ്രഭാഷണം, കുട്ടികളുടെ ചിത്രരചന, ദീപാരാധന, തുടർന്ന് അന്നദാനം എന്നിവ നടത്തി. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. വിവേകാനന്ദ ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീ ലണ്ടൻ ഗുരുവായൂരപ്പ സേവാ സമിതി നന്ദി അറിയിച്ചു. മാരത്തോൺ റണ്ണർ അശോക് കുമാർ സംഘടിപ്പിച്ച 10ാമത് മാരത്തോൺ ചാരിറ്റി ഫണ്ട് റൈസിംഗ് ഇവന്റ് കഴിഞ്ഞ ഞായറാഴ്ച സെൽസ്ഡൺ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടത്തി. മാരത്തോൺ ചരിത്രത്തിൽ കുറഞ്ഞ കാലയളവിൽ 6 മേജർ മാരത്തോണുകൾ പൂർത്തിയാക്കിയ ലോകത്തിലെ ആദ്യ മലയാളിയായ അശോക് കുമാർ സംഘടിപ്പിക്കുന്ന 10ാമത്തെ ഇവന്റാണിത്.
വൈകുന്നേരം 3:30 ആരംഭിച്ച പരിപാടിയിൽ കഴിഞ്ഞ 35 വർഷത്തിലേറെയായി കോയിഡോണിൽ അശോക് കുമാർ നടത്തിവരുന്ന പൗർണമി സ്കൂൾ ഓഫ് ഡാൻസിലെ കുട്ടികളും കൂടാതെ നിരവധി കലാപ്രതിഭകളും ചേർന്ന് അവതരിപ്പിച്ച നൃത്തവിരുന്നും ക്രോയിഡോണിലെ പ്രമുഖ ഗായകരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഗാനങ്ങളും മാറ്റുകൂട്ടി. പരിപാടിയിൽ ക്രോയിഡോൺ സിവിക് മേയറും എക്സിക്യൂട്ടീവ് മേയറും മറ്റ് വിശിഷ്ടാതിഥികളും പങ്കെടുത്തു. മലയാളി സമൂഹത്തിൽ നിന്നുള്ള 2 പ്രമുഖ വ്യക്തികൾ എഴുതിയ 2 പുസ്തകങ്ങളുടെ പ്രകാശനവും സിവിക് മേയർ നിർവഹിച്ചു. ചാരിറ്റി ഇവന്റിലൂടെ കഴിഞ്ഞ വർഷം വരെ 45,000-ലധികം പൗണ്ട് സമാഹരിക്കുകയും അത് 10 വിവിധ ചാരിറ്റികൾക്ക് നൽകുകയും ചെയ്തു. ഈ വർഷത്തിലെ ഇവന്റിലൂടെ 5,103 പൗണ്ട് ലഭിക്കുകയും പ്രസ്തുത തുക അടുത്ത ദിവസം തന്നെ പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന പ്രസ്ഥാനത്തിന് കൈമാറുകയും ചെയ്യുമെന്ന് അശോക് കുമാർ അറിയിച്ചു. തന്റെ 53ാമത്തെ വയസ്സിൽ വിവിധ ചാരിറ്റികളെ സഹായിക്കുന്നതിന് വേണ്ടി 2014 ലണ്ടൻ മാരത്തോണിലൂടെ തുടക്കം കുറിച്ച അശോക് കുമാർ 2.5 വർഷം കൊണ്ട് ലോകത്തിലെ പ്രമുഖ 6 മേജർ മാരത്തോണുകൾ ഉൾപ്പെടെ 19 മാരത്തോണുകൾ ഓടി പൂർത്തിയാക്കി. അശോക് കുമാർ തന്റെ ഇതുവരെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ വിജയകരമാക്കാൻ സഹകരിച്ച മുഴുവൻ സുഹൃത്തുക്കൾക്കും പ്രസ്ഥാനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകൾ നൽകിയ അംഗീകാരങ്ങൾക്കും അനുമോദനങ്ങൾക്കും നന്ദി അറിയിക്കുകയും ചെയ്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.8 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 90.42 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 106.81 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.37 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.18 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാറിൽ തീരുമാനമായതിനു പിന്നാലെ ചൊവ്വാഴ്ച ചേർന്ന NDA പാർലമെന്ററി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റത് നിറഞ്ഞ കരഘോഷത്തോടെയും അഭിനന്ദനങ്ങളോടെയും. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, മൗറീഷ്യസ്, ഓസ്ട്രേലിയ, UK, ന്യൂസിലാൻഡ്, ഇപ്പോൾ US എന്നിവരുമായി ഇന്ത്യ വിജയകരമായി പ്രധാന വ്യാപാര കരാറുകൾ പൂർത്തിയാക്കിയെന്ന് യോഗത്തിൽ സംസാരിക്കവേ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഇത് സാധാരണ നേട്ടമല്ല. ഈ വ്യാപാര കരാറിലൂടെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയിൽ വെക്കുന്ന വിശ്വാസം പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇന്ത്യയുടെ അന്താരാഷ്ട്ര അംഗീകാരവും വളർച്ചയും ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തമായി മുന്നോട്ട് നയിക്കുമെന്നും കിരൺ റിജിജു പറഞ്ഞു. വ്യാപാര കരാർ പ്രഖ്യാപനത്തെ തുടർന്ന് പ്രധാനമന്ത്രി മോദി കരാറിനെ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ മുന്നേറ്റമായി വിശേഷിപ്പിക്കുകയും ഈ തീരുമാനത്തിന് US പ്രസിഡന്റിനോട് നന്ദി അറിയിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ സാമ്പത്തിക രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വലിയ അവസരങ്ങൾ തുറക്കുമെന്നും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ നേതൃത്വത്തെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും അഭിവൃദ്ധിക്കും ട്രംപിന്റെ നേതൃത്വം പ്രധാനമാണെന്നും അന്താരാഷ്ട്ര സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ പിന്തുണ ആവർത്തിച്ചതായും മോദി വ്യക്തമാക്കി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഞായറാഴ്ച അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച 5 മികച്ച പദ്ധതികൾ നേടിയെടുക്കാൻ സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിക്കേണ്ടി വരും. ചലഞ്ച് മോഡ്, ചലഞ്ച് റൂട്ട് എന്നിങ്ങനെയുള്ള ബജറ്റിലെ വെല്ലുവിളി മാർഗത്തിലൂടെയാണ് ഇവ നേടിയെടുക്കേണ്ടതെന്ന് ബജറ്റിൽ പറയും. അതായത് ഈ പദ്ധതികൾ നടപ്പാക്കാനുള്ള ഭൂമി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ മികച്ച പ്രൊജക്ടുമായി കേന്ദ്രത്തെ സമീപിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നേട്ടം കൊയ്യും. വെല്ലുവിളി ഏറ്റെടുത്താൽ കേരളത്തിന് മികച്ച പദ്ധതികൾ നേടിയെടുക്കാം. പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുകയാണ് ലക്ഷ്യം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 5,000 കോടി ലഭിക്കുന്ന നഗര സാമ്പത്തിക മേഖലാ പദ്ധതി, 5 സർവകലാശാല ടൗൺഷിപ്പുകൾ, 3 കെമിക്കൽ പാർക്കുകൾ, മെഗാ ടെക്സ്റ്റൈൽ പാർക്കുകൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്നിവയാണ് വെല്ലുവിളി മാർഗത്തിലൂടെ മത്സരിച്ച് നേടിയെടുക്കാവുന്ന പദ്ധതികൾ. ഇതിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന സ്ഥാപനം കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ബജറ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്. മറ്റ് 4 പദ്ധതികൾക്ക് വേണ്ടിയും കേരളത്തിന് മത്സരിക്കാം. പ്രധാന വ്യവസായ ഇടനാഴികളോട് ചേർന്ന് 5 സർവകലാശാല ടൗൺഷിപ്പുകൾ അനുവദിക്കുന്ന പദ്ധതിയെക്കുറിച്ച് ബജറ്റിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ വിശദീകരിക്കവേ എങ്ങനെയാണ് മത്സരിക്കേണ്ടതെന്ന സൂചന ധനമന്ത്രി നൽകിയിരുന്നു. ഭൂമി നൽകാൻ തയ്യാറാവുന്ന സംസ്ഥാനങ്ങൾ എന്നതൊരു മാനദണ്ഡമായി മന്ത്രി പറയുകയും ചെയ്തു. ഒന്നിലേറെ സർവകലാശാലകളും കോളേജുകളും ഗവേഷണ സ്ഥാപനങ്ങളും പാർപ്പിട സമുച്ചയങ്ങളും അടങ്ങുന്ന പദ്ധതിക്ക് സ്ഥലം കണ്ടെത്തുന്ന ഉൾപ്പെടെ നടപടികളുമായി വേഗത്തിൽ മുന്നേറുന്നവർക്ക് മേൽക്കൈ ലഭിക്കാം. ടയർ 2, ടയർ 3 ടയർ നഗരങ്ങളുടെയും ക്ഷേത്ര നഗരങ്ങളുടെയും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുമെന്ന പദ്ധതിയും ബജറ്റിലുണ്ട്. നഗര സാമ്പത്തിക മേഖലകൾ പിടിച്ചെടുത്ത് മികച്ച പദ്ധതികൾ ആവിഷ്കരിച്ച് കൃത്യമായി നടപ്പിലാക്കുന്നവർക്ക് 5,000 കോടി നേടിയെടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താം. സാങ്കേതിക വസ്ത്രനിർമ്മാണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് പദ്ധതി. വ്യവസായ രംഗത്തും മെഡിക്കൽ പ്രതിരോധ മേഖലകളിലും വേണ്ട യൂണിഫോം അടക്കമാണ് ഇവിടെ നിർമ്മിക്കുക. ആഭ്യന്തര കെമിക്കൽ ഉത്പാദനം വർദ്ധിപ്പിച്ച് ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനാണ് ഡെഡിക്കേറ്റഡ് കെമിക്കൽ പാർക്കുകൾ നൽകുന്നത്. എന്നാൽ ഇവയെല്ലാം നേടിയെടുക്കാൻ എത്രത്തോളം വെല്ലുവിളിയാകുമെന്നതാണ് അറിയാനുള്ളത്. എല്ലാ മാസത്തെയും പോലെ ശമ്പളം പ്രതീക്ഷിച്ച UPയിലെ 10,000-കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥർ നിരാശയിലും ഭയത്തിലും. വിവിധ വകുപ്പുകളിലായി 68,236 ജീവനക്കാരുടെ ശമ്പളമാണ് സർക്കാർ തടഞ്ഞുവെച്ചത്. ജനുവരി 31-നകം എല്ലാ സർക്കാർ ജീവനക്കാരോടും അവരുടെ സ്വത്ത് വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പാലിക്കാത്ത ജീവനക്കാരാണ് ശമ്പളം ലഭിക്കാതെ വലഞ്ഞത്.
അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് സർക്കാർ ജീവനക്കാരോട് അവരുടെ സ്വത്ത് വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ സർക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന 68,236 ജീവനക്കാർ സർക്കാർ നിർദ്ദേശം പാലിച്ചിരുന്നില്ല. പൂർണ്ണമായ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് വരെ ഇനി ശമ്പളം നൽകേണ്ട എന്നാണ് സർക്കാർ തീരുമാനം. ശമ്പളം തടഞ്ഞതിന് പുറമെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും ഉദ്യോഗസ്ഥർക്കുണ്ട്. യുപിയിൽ ആകെ 8,66,261 സർക്കാർ ജീവനക്കാരാണ് ഉള്ളത്. നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ വാച്ചാൽ വാർഡിനെ വടികൊണ്ട് അടിച്ചുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയുണ്ടായ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. ഇത് സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും തങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബാനർ പിടിച്ച ഒരാൾ വടികൊണ്ട് വാച്ചാൽ വാർഡിനെ തല്ലുകയായിരുന്നു. സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ആ ഘട്ടത്തിലാണ് വാച്ചാൽ വാർഡ് അത് തടുക്കാനും പിടിക്കാനും നോക്കുന്നത്. ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. നാട്ടിലും കോടതിയിലും ചെലവാക്കാത്ത കാര്യം ഇവിടെ ചെലവാക്കാനാണ് നോക്കിയത്. നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾക്ക് സഭ അപലപിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമം നടത്തിയിരുന്നു. സ്പീക്കറുടെ മുഖം മറച്ചു പിടിച്ച ബാനർ വാച്ചാൻ വാർഡ് ബലപ്രയോഗത്തിലെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സഭ 2 തവണ നിർത്തിവെച്ചു. വാച്ചാൻ വാർഡ് പ്രകോപിച്ചതിനെ തുടർന്നാണ് UDF MLA മാർ ഡയസിൽ കയറാൻ ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പിന്നീട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തിൽ സംശയം ഉണ്ടാക്കുന്നുവെന്ന് കോടതി വരെ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അന്വേഷണം തടസ്സപ്പെടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. ബഹളത്തെ തുടർന്ന് 2 തവണ സഭ നിർത്തിവെച്ചു. UDF MLA മാർ സ്പീക്കറുടെ ഡയസിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ചതോടെയാണ് സഭ നിർത്തിവെച്ചത്. സ്പീക്കറുടെ മുഖം മറച്ച് UDF MLA മാർ ബാനർ പിടിച്ചതോടെ വാച്ചാൻ വാർഡ് ഇത് ബലം പ്രയോഗിച്ച് പിടിച്ചുപോയി. ബലപ്രയോഗത്തിലൂടെയാണ് ഡയസിൽ കയറാനുള്ള MLA മാരുടെ ശ്രമം തടഞ്ഞത്. അൻവർ സാദത്ത് MLA അടക്കമുള്ളവർ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചതോടെയാണ് ആദ്യം സഭ നിർത്തിവെച്ചത്. സ്പീക്കർ AN ഷംസീർ ഇടിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയായിരുന്നു. തുടർന്ന് സഭ പുനരാരംഭിച്ചു. ഡയസിലേക്ക് കയറാൻ ശ്രമിച്ച MLA മാരുടെ നടപടി ശരിയായില്ല എന്ന് സ്പീക്കർ പറഞ്ഞു. ഇതോടെ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള MLA മാർ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു. വാച്ചാൻ വാർഡ് തടഞ്ഞു. ഇതിനിടയിലാണ് പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ച ബാനർ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടന്നത്. ഇതിനിടെ അവരെ വിടൂ എന്ന് സ്പീക്കർ പറഞ്ഞു. നേരത്തെ സഭ ആരംഭിച്ചത് മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയത്. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലാണ് ഇതിന് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എല്ലാ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിലാണ് SIT അന്വേഷണം ഈ രൂപത്തിലാക്കുന്നത്. സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്നും സഭയ്ക്കകത്തും പുറത്തും സമരം കടുപ്പിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്തൊരു അതിക്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് മന്ത്രി MB രാജേഷ് ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഉണ്ടായ പ്രതിഷേധത്തിനും അസാധാരണ സംഭവങ്ങൾക്കും പിന്നാലെ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് മന്ത്രി P രാജീവ്. പ്രതിപക്ഷത്തിന് സഭയ്ക്കുള്ളിൽ ഒരു നിലപാടും പുറത്ത് മറ്റൊന്നുമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെങ്കിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്നും വാർത്താ സമ്മേളനത്തിൽ രാജീവ് ആരോപിച്ചു. പ്രത്യേക രീതിയാണ് പ്രതിപക്ഷം സഭയിൽ സ്വീകരിക്കുന്നത്. നിയമസഭയിൽ ചോദിക്കുന്ന കാര്യങ്ങളോടൊന്നും പ്രതികരിക്കില്ല. സഭയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച നടത്താൻ അനുവദിക്കില്ല. പിന്നീട് പുറത്തു വന്ന അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരികമായി അവതരിപ്പിക്കും. ശബരിമല വിഷയം ആദ്യ സെഷൻ മുതൽ ചർച്ച ചെയ്യാമെന്ന നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചത്. പക്ഷേ നോട്ടീസ് പോലും നൽകാതെ ചർച്ച ഒഴിവാക്കാനുള്ള നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രകടിപ്പിച്ചെന്ന കാര്യമാണ് താൻ സഭയിൽ ഉദ്ധരിച്ചതെന്നും എന്നാൽ കോടതിയുടെ ഈ പരാമർശത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് മിണ്ടിയില്ല എന്നും രാജീവ് വിമർശിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന ഊഹാപോഹങ്ങളായി അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകളുമായി SITയുടെ ശരിയായ അന്വേഷണത്തെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോടതി പറഞ്ഞു. ഇത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ഒന്നെങ്കിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്. ഇവരല്ലേ ഈ ഊഹാപോഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടതി പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. അന്വേഷണത്തെ അട്ടിമറിക്കരുതെന്നാണ് പരോക്ഷമായി കോടതി പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന ഭീഷണിയിൽ പാകിസ്ഥാൻ ഉറച്ചു നിന്നാൽ ക്രിക്കറ്റ് ലോകം നേരിടേണ്ടി വരുന്നത് $1 മില്യൺ നഷ്ടം. ICC ടൂർണമെന്റുകളിലെ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടമായ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലൂടെ ഏകദേശം $250 മില്യൺ വരുമാനം ഉണ്ടാകുന്നുവെന്നാണ് കണക്ക്. ഈ തുകയാണ് പാകിസ്ഥാന്റെ ബഹിഷ്കരണത്തിലൂടെ നഷ്ടമാവുക. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിനൊപ്പം അംഗരാജ്യങ്ങളിലേക്കും ബ്രോഡ്കാസ്റ്റർമാരിലേക്കും സ്പോൺസർമാരിലേക്കും ഈ നഷ്ടം വ്യാപിക്കും. ICC മത്സരവേദികളിൽ മാത്രം കാണാനാവുന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടത്തിന്റെ വാണിജ്യ മൂല്യം കണക്കിലെടുത്താണ് ടൂർണമെന്റുകൾ ഇരു ടീമുകളെയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താറുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്കിടെ 10 സെക്കൻഡ് ഒരു പരസ്യത്തിന് $40 ലക്ഷം ബ്രോഡ്കാസ്റ്റർമാർക്ക് ലഭിക്കുന്നുവെന്നാണ് കണക്ക്. ലോകകപ്പിന്റെ TV ഡിജിറ്റൽ സംപ്രേഷണ അവകാശം നേടിയ ജിയോ സ്റ്റാറിന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മുടങ്ങിയാൽ പരസ്യ വരുമാനത്തിൽ മാത്രം $250 കോടി നഷ്ടം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പരസ്യം, സ്പോൺസർഷിപ്പ്, ടിക്കറ്റ് വിൽപ്പന എന്നിവയിലൂടെയും ICCക്ക് വലിയ വരുമാന നഷ്ടം ഉണ്ടാകും. ഇതുമൂലം ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങൾക്ക് ICCയിൽ നിന്ന് ലഭിക്കുന്ന വാർഷിക വിഹിതത്തിലും ഗണ്യമായ കുറവുണ്ടാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിന് മലയാളി യുവതി. മലയാളിയായ ഹണി പ്രേംലാൽ ജനവിധി തേടുന്നത് കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയായി ലണ്ടനിലെ ക്രോയ്ഡോൺ കൗൺസിലിലെ നോർബറി പാർക്ക് വാർഡിലെത്തും.
രാഷ്ട്രീയത്തിൽ സജീവമായ ഹണി മലയാളി വോട്ടുകൾ പിടിച്ച് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൺസർവേറ്റീവ് പാർട്ടി. ലേബർ പാർട്ടിയുടെ കോട്ടയിൽ ഹണിക്ക് വിജയിക്കുക എന്നത് വലിയ വെല്ലുവിളി. UK-യിൽ എയർ ഇന്ത്യ വിമാനത്തിന് ടേക്ക് ഓഫിന് തൊട്ട് മുൻപ് ഇന്ധന സ്വിച്ചിൽ തകരാറ് കണ്ടെത്തി. ഒഴിവായത് വൻ അപകടം. സംഭവം നടന്നത് ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യയുടെ AI-132 ബോയിംഗ് 787 ഡ്രീംലൈനർ വിമാനത്തിൽ. കണ്ടെത്തിയത് അഹമ്മദാബാദ് വിമാനാപകടത്തിന് സമാനമായ ഗുരുതരമായ സാങ്കേതിക തകരാർ. ഒഴിവായത് വലിയൊരു ദുരന്തം. UK-യിലെ അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ അവസ്ഥ ഞെട്ടിക്കുന്നത്. UK-യിൽ ജോലിയില്ലാത്ത ബിരുദധാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. തൊഴിൽ നേടാൻ കാത്തിരിക്കുന്നത് 7 ലക്ഷം ബിരുദധാരികളായ യുവാക്കൾ. 2,40,000 പേർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസിന്റെ കണക്ക്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 5.1%. അമേരിക്കയിൽ ഭാഗിക സർക്കാർ അടച്ചുപൂട്ടൽ 3ാം ദിവസത്തിലേക്ക്. വ്യോമയാന മേഖലയിലും ഫെഡറൽ ഭരണ സംവിധാനങ്ങളിലും പ്രത്യാഘാതങ്ങൾ ശക്തമാവും. 14,000 എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ശമ്പളം ലഭിക്കാതെ ജോലി തുടരേണ്ട അവസ്ഥ. അടച്ചുപൂട്ടലിന് കാരണം ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഫണ്ടിങ്ങിനെ ചൊല്ലിയുള്ള ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ തർക്കം. അമേരിക്കയിൽ അലക്സ് പെട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ തെളിവുകൾ നശിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള താൽക്കാലിക കോടതി ഉത്തരവ് ഫെഡറൽ ജഡ്ജി റദ്ദാക്കി. ഭരണകൂടം തെളിവുകൾ നശിപ്പിക്കുമെന്ന നിഗമനത്തിലെത്താൻ മിനസോട്ട ബ്യൂറോ ഓഫ് ക്രിമിനൽ അപ്രഹൻഷൻ ഉന്നയിച്ച ആരോപണങ്ങൾ മതിയായതല്ല എന്ന് ജഡ്ജി. സംഭവ സ്ഥലത്തെ അന്വേഷണ നടപടികളിൽ ഗുരുതര ആശങ്കകൾ ഉന്നയിച്ച് BCA. ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാറിൽ തീരുമാനം. കരാറുകളിലൂടെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര അംഗീകാരവും വളർച്ചയും വിശ്വാസം പ്രതിഫലിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. വ്യാപാര കരാറുകൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തമായി മുന്നോട്ട് നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും അഭിവൃദ്ധിക്കും ട്രംപിന്റെ നേതൃത്വം പ്രധാനമാണെന്നും നരേന്ദ്രമോദി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഒരു പ്രകോപനവും ഇല്ലാതെ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ട് അടിച്ചുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡയസിൽ കയറാനുള്ള MLA-മാരുടെ ശ്രമം വാച്ച് ആൻഡ് വാർഡ് ബലപ്രയോഗത്തിലൂടെ തടഞ്ഞു. പ്രതിപക്ഷത്തിന് സഭയ്ക്കുള്ളിൽ ഒരു നിലപാടും പുറത്ത് മറ്റൊരു നിലപാടുമാണെന്ന് മന്ത്രി P. രാജീവ്. ബഹളത്തെ തുടർന്ന് സഭ 2 തവണ നിർത്തിവെച്ചു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.